അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുക റബ്ബി വഅസ്തഈനുക വഉസല്ലി വഉസല്ലിമു അലാ ഖൈരി ഖൽഖിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മഖ്ബറയിൽ വിശ്രമിക്കുന്നവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവസാനം കാമിലായി ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. രോഗികളായ അനേകം ആളുകൾ ദുആക്ക് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾക്ക് അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ദീൻ ഉണ്ട് എന്ന വിശ്വാസം അവനുണ്ടാകണം. എല്ലാ ദിവസവും നേരം പുലർന്നാൽ സുബ്ഹിക്ക് പ്രഭാത സമയത്ത് ചൊല്ലാനും പ്രദോഷ സമയത്ത് ചൊല്ലാനുമുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകളുടെ സമാഹാരത്തിൽ മുഖ്യമായ ദിക്റുകളുടെ എല്ലാം ആകത്തുക നമ്മുടെ ജീവിതത്തിന് അള്ളാഹു ഉണ്ട് എന്ന പ്രതീക്ഷ പകരലാണ്. രാവിലെ എഴുന്നേറ്റ് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിനോട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, എനിക്ക് എൻ്റെ റബ്ബുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദീനുണ്ട്, എന്നെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ എന്നോട് തന്നെ പറയലാണ്. പ്രഭാതം കഴിഞ്ഞ് പകൽ മുഴുവൻ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ ഏർപ്പെട്ട് ഒരുപക്ഷെ വൈകുന്നേരമാകുമ്പോൾ ക്ഷീണത്തോടുകൂടി വിഷമത്തോടു കൂടിയായിരിക്കും വീട്ടിൽ വന്നണയുക. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മളോട് പറയുന്നത്, വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രഭാത സമയത്ത് സന്ധ്യാസമയത്ത് ചൊല്ലാൻ ദിക്റുണ്ട്. ഇതേ ദിക്റുകൾ തന്നെയാണ്. ആ ദിക്റുകളുടെയും ആകത്തുക ഇതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയുന്നവരാണ് നല്ല മുഅ്മിനീങ്ങളെന്ന്. വൈകുന്നേരവും പറയുന്നത്, അള്ളാഹുവേ എനിക്ക് എൻ്റെ ദീന് മതി, എനിക്ക് നീ മതി, നീ മാത്രമാണ് എൻ്റെ രക്ഷയും സമാധാനവും എന്നാണ്. ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു മുഅ്മിനിന് പറയാൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ മറ്റു അനർത്ഥങ്ങൾ ഉണ്ടാകില്ല. അവൻ്റെ മനസ്സിനെ മറ്റുള്ളവർക്ക് പറിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. എപ്പോഴും അവൻ്റെ കൂടെ ദീനുണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ അവതരിക്കുമ്പോൾ അറഫാ ദിനത്തിൻ്റെ അന്ന് അവസാനം അറഫാ ദിനത്തിൽ അവതരിച്ച ആയത്തേതാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ സമ്പൂർണ്ണമാക്കി നൽകിയിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി നൽകി. എന്താണ് അള്ളാഹുവിൻ്റെ നിഅമത്ത്? ഒരു മനുഷ്യന്, ഒരു അടിമക്ക് അള്ളാഹു ഭൂമിയിൽ നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ജനനം മുതൽ മരണം വരെ അവൻ്റെ നിയന്ത്രണത്തിലും വഴിപ്പെടലിലുമായി ജീവിക്കാൻ ആവശ്യമായ സമ്പൂർണമായ നിയമ സംവിധാനമാണ് അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി നൽകിയിരിക്കുകയാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ ഇസ്ലാമിനെ, ദീനിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദീനാക്കി ഞാൻ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നുവെന്നാണ്. ഇത് പറയാനാണ് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളോട് പറഞ്ഞത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ദിക്ർ നമ്മളൊക്കെ ഹദ്ദാദിൽ ചൊല്ലുന്നവരാണ്. ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവന് സംരക്ഷണവും സുരക്ഷിതത്വവും ഉണ്ടാകുമെന്നാണ്. എൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ മാത്രം എനിക്ക് മതി എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീൻ എനിക്ക് മതിയായതാണ്, അവൻ്റെ നിയന്ത്രണവും നിയമങ്ങളും അതിനകത്തു തന്നെ ഞാൻ സുരക്ഷിതനാണ് എന്ന ബോധമുണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് മറ്റുള്ളതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അവന് കഴിയുക. അതില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവൻ നിർബന്ധിതനാകും. പൈശാചിക സ്വാധീനങ്ങൾ അവനെ ബാധിക്കും. അങ്ങനെ ബാധിക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആൻ താക്കീത് നൽകി പറഞ്ഞത്. മയ്യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദല്ലാഹി ഹുദൂദ.
അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ, അവന്റെ പ്രവാചകനെ ധിക്കരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ നിയമങ്ങളെയും പരിധികളെയും ഭേദിച്ചു കൊണ്ടുപോകുന്നവർ, ശാശ്വതമായ നരകമാണ് അവർക്ക് അള്ളാഹു പരിഹാരമായി വെച്ചിരിക്കുന്നത്. വലഹു അദാബും മുഹീൻ, നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത അതിഭയാനകമായ പരീക്ഷണങ്ങളും ശിക്ഷകളും അവിടെ ഉണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷകൾ നമ്മളെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് ജീവിതത്തിൽ വലിയ ചിന്തയോ നമുക്കത് ജീവിതത്തിൽ വലിയ പേടിയോ ആയി അനുഭവപ്പെടാത്തത് നമ്മളിങ്ങനെ റബ്ബിൻ്റെ നിഅമത്തിലായിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ നിഅമത്തിലായി ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളെ പതുക്കെ പതുക്കെ എടുത്തു കളയുമ്പോൾ നമുക്ക് അള്ളാഹു ഓർമ്മ വരും. അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ നമുക്കത് നേരിട്ട് ബോധ്യമാകും. എൻ്റെ ജീവിതത്തിൽ ഞാനിത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവന് പറയാൻ കഴിയും. അള്ളാഹിന്റെ നിഅമത്തുകളിൽ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവർക്കാണ് പടച്ച റബ്ബിന്റെ രക്ഷയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പറയുമ്പോൾ പേടി വരാത്തത്. കാരണം അവർ നിഅമത്തുകൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളുടെ അതിർവരമ്പുകളെ ഭേദിച്ചു കൊണ്ടുപോയാൽ അവന് തക്കതായ കഠിനമായ ശിക്ഷയുണ്ടാകുമെന്നാണ് ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹു മനുഷ്യന് നൽകിയ നിയമങ്ങൾ അവന്റെ ജീവിതത്തിനെ മാത്രം ബാധിക്കുന്ന നിയമങ്ങളല്ല. എനിക്ക് അള്ളാഹു നൽകിയ നിയമങ്ങൾ എൻ്റെ കുടുംബത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന നിയമങ്ങളുണ്ട്, എൻ്റെ അയൽപക്കത്തുള്ളവരെ ബാധിക്കുന്ന നിയമങ്ങളുണ്ട്, ഞാൻ ദിനേന കാണുകയും ഞാൻ ദിനേന ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ ബാധിക്കുന്ന നിയമങ്ങളുണ്ട്. ഞാനൊരു തെറ്റു ചെയ്താൽ, അള്ളാഹുവിന്റെ നിയമത്തിന് എതിരായി ഞാനൊരു പ്രവൃത്തി ചെയ്താൽ അത് എന്നെ മാത്രമല്ല ബാധിക്കുക, ഈ ലോകത്തുള്ള ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അത് ബാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ സാമ്പത്തിക മേഖലയിലുള്ള നിയമങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ സാമ്പത്തിക മേഖലയിൽ മനുഷ്യന് നിയമങ്ങൾ കൊടുത്തു. നിങ്ങൾക്കറിയില്ലേ എത്ര ദുരന്തത്തിലൂടെയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്? സാമ്പത്തികമായി എന്തൊരു പ്രതിസന്ധിയാണ്. നമ്മളിൽ പലരും അറിയുന്നില്ല, പത്രങ്ങളിൽ നിങ്ങൾ കാണുന്നില്ലേ, നാട് കടക്കിണിയിലാണ്. ഈ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളെ ഓരോരുത്തരെയും എടുത്താൽ ഓരോരുത്തരുടെ പേരിലും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടാകുമെന്നാണ്. പൊതുകടം, സാമ്പത്തികമായി പരിതസ്ഥിതിയിലാണ്, രാജ്യം പരിതസ്ഥിതിയിലാണ്. ലോകത്ത് മുഴുവൻ സാമ്പത്തിക മാന്ദ്യം പടർന്നു പിടിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ നോക്കൂ, എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തികമായി നാണയങ്ങൾക്ക് മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ സമ്പന്നരായ ആളുകളുടെ കയ്യിൽ സമ്പത്ത് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? സാമ്പത്തിക നിയമങ്ങളിലെ അരക്ഷിതാവസ്ഥ കാരണമാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു, സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. എന്താണ് സാമ്പത്തിക അച്ചടക്കം? പരിശുദ്ധ ദീൻ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്, അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പലിശ നിങ്ങൾക്ക് ഹറാമാണ്. എന്തിനാണ് ഹറാമാക്കിയത്? സാമ്പത്തികമായ മേഖലയിൽ സാമ്പത്തികം എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ വിനിമയം നടത്താനുള്ള ഉപാധിയാണ്. പണം വിനിമയത്തിനുള്ളതാണ്. ആ വിനിമയത്തിന് വേണ്ടിയുള്ള പണത്തെ വിനിമയത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. അതിനെ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം പണത്തെ കച്ചവട വസ്തുവാക്കി മാറ്റുന്നതാണ് പുതിയ കാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പണം കൊടുത്ത് പണം കൊണ്ട് പണത്തെ ഉൽപ്പാദിപ്പിക്കുക. പണം കൊണ്ട് പണത്തെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. വസ്തുക്കൾ കച്ചവടം ചെയ്യാൻ, വിനിമയം ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ് പണം, കറൻസി, നാണയം എന്ന് പറയുന്നത്. നാണയത്തെ തന്നെ കച്ചവട വസ്തുവാക്കിയാൽ അവിടെ അധികരിക്കാൻ പോകുന്നത് സാമ്പത്തികമായ അസമത്വമാണ്. നമ്മുടെ നാട്, ലോകം നേരിടുന്ന പ്രതിസന്ധി പോലും അതാണ്. സമ്പത്തിനെ, കറൻസിയെ, നാണയങ്ങളെ കമ്മോഡിറ്റിയാക്കി മാറ്റി, അതിനെ വിപണന ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ സാമ്പത്തികമായ സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ കഴിയില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ കർശനമായി കൊണ്ട് പറഞ്ഞു, ഒരു തരത്തിലും പണത്തിന് പകരം പണം എന്ന് പറയുന്നത് ഉണ്ടാകാൻ പാടില്ല. കച്ചവട വസ്തുക്കൾ പഴങ്ങളും കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവ്യത്യാസം ഉണ്ടാകരുത്. നാണയവും തമ്മിൽ ഏറ്റവ്യത്യാസം ഉണ്ടാകരുത്. ഒരാൾ 100 കൊടുക്കുന്നു, തിരിച്ചൊരാൾ 100 തന്നെ കൊടുക്കണം അയാൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ അസമത്വം ഉണ്ടാകും. സാമ്പത്തികമായ അസമത്വം ഉണ്ടായാൽ ആരെയാണത് ബാധിക്കുക? സമ്പന്നരുടെ കയ്യിൽ സമ്പത്ത് കുന്നുകൂടുകയും ദരിദ്രന്റെ കയ്യിൽ ഇടജീവിതം നയിക്കുന്ന ആളുകളുടെ കയ്യിൽ സമ്പത്തുകൾ കുറയുകയും ചെയ്യും. സാമ്പത്തികമായ അരാജകത്വം ഉണ്ടാകും. പരിഹരിക്കൽ എളുപ്പമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കർശനമായി പറഞ്ഞു, സമ്പത്തിൽ പലിശയുടെ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അവർ എന്തു പ്രതീക്ഷയോടുകൂടിയാണ് നടത്തുന്നത്?
അത് ഒരു രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ ഭദ്രത നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കർശനമായ ശിക്ഷയെ അവർ കാത്തിരിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അവന് അനുവദിക്കപ്പെടാത്ത ഹറാമായ മാർഗത്തിലൂടെ സമ്പാദനം നടത്തിയാൽ ആ സമ്പാദനം നടത്തുന്ന മനുഷ്യൻ ഒരു ശൂന്യമായ മരുഭൂമിയിലൂടെ സുരക്ഷയില്ലാതെ സഞ്ചരിക്കുന്ന ആളെ പോലെയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അവന്റെ മലായിക്കത്തിന്റെ സംരക്ഷണത്തിലാണ്, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സംരക്ഷണത്തിലാണ്. ആ സംരക്ഷണത്തെ അള്ളാഹു എടുത്തു കളയും. സാമ്പത്തികമായി ശുദ്ധിയില്ലെങ്കിൽ പലിശയുടെ ഇടപാടുകൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ ദീർഘയാത്ര നടത്തി വരുന്നു, അവൻ കരഞ്ഞു കരഞ്ഞ് റബ്ബിനോട് കയ്യുയർത്തി ദുആ ചെയ്യുന്നു, അവൻ ധരിച്ചത് ഹറാമാണ്, അവൻ ഭക്ഷണം കഴിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാണ്, അവൻ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഹറാമാണ്. പിന്നെ എവിടുന്നാണ് ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കപ്പെടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അവൻ നൽകുന്ന അവന്റെ ദാനധർമ്മങ്ങൾ പോലും തടയാൻ അവന്റെ ഹറാമുകൾ, അവന്റെ പലിശയുടെ ഇടപാടുകൾ കാരണമാകുമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞ ന്യായം ഇതാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ്. അല്ലാഹു മാന്യനാണ്, ത്വയ്യിബാണ്, ഏറ്റവും മികച്ചവനാണ്. മികച്ച സമ്പാദ്യമല്ലാത്തത് അല്ലാഹുവിന് പോലും സ്വീകാര്യമല്ല, അല്ലാഹുവിന്റെ അടുക്ക് ഇഷ്ടപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ഒരു മനുഷ്യന്റെ ദുആ സ്വീകരിക്കപ്പെടില്ല, തള്ളപ്പെടും. മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാവില്ല, അവന്റെ അമലുകൾ പോലും തള്ളപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യംഹഖുല്ലാഹു റിബ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കാം കച്ചവടവും പലിശയും ഒരുപോലെയല്ലേ, എല്ലാം സമ്പത്ത് ലഭിക്കുവാനുള്ള മാർഗങ്ങളല്ലേ എന്ന് തോന്നുമായിരിക്കാം. പക്ഷേ പലിശയുടെ ആളുകൾ അവരുടെ നിലവിട്ടുകൊണ്ട് കളിക്കുകയാണ്, അവരുടെ കാലിനടിയിലെ മണ്ണ് അവർ തന്നെ സ്വയം കളഞ്ഞു കുളിക്കുകയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നത്. അവന്റെ ആയുസ്സിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയും, അവന്റെ സമ്പത്തിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയും, അവന്റെ മക്കളിൽ നിന്ന് സമ്പത്ത് എടുത്തു കളയും. അതിനേക്കാളപ്പുറത്ത് ഭൗതികമായ നഷ്ടങ്ങളെക്കാളപ്പുറത്ത് ആത്മീയമായ പാർഥികമായ എത്ര നഷ്ടങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹറാമായ സമ്പാദ്യമുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഖസ്വത്തുണ്ടാകും, ഒരു നന്മയും സ്വീകരിക്കാൻ കഴിയില്ല. ചുമരിലെറിഞ്ഞ റബ്ബർ പന്ത് പോലെയായിരിക്കും, നന്മകൾ സ്വീകരിക്കപ്പെടില്ല, തള്ളപ്പെടും. വഇറാദുഹു അനിൽ ഖൈർ, ഒരു നന്മകളിലേക്കും അവർക്ക് താല്പര്യമുണ്ടാകില്ല. നന്മകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മകൾ എന്ന് പറയുന്നത് നാട്ടുകാർക്കുള്ള നന്മയല്ല. ഞാനൊരു മുഹ്സിനാണെങ്കിൽ, നന്മ ചെയ്യുന്ന ആളാണെങ്കിലേ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ. എന്നിൽ നന്മയുണ്ടെങ്കിലേ എൻ്റെ ഭാര്യയ്ക്ക് സമാധാനമുണ്ടാകൂ. ഞാൻ നന്മയുള്ളവനാണെങ്കിലേ എൻ്റെ മക്കൾക്ക്, എൻ്റെ ഉമ്മക്ക്, എൻ്റെ ഉപ്പക്ക്, ഞാനുമായി ഇടപെടുന്നവർക്ക് സന്തോഷമുണ്ടാകൂ. അള്ളാഹു നമ്മിൽ നിന്ന് നന്മ എടുത്തു കളഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് മുഴുവനും കലികാലമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മനുഷ്യൻ, മഹാന്മാരായ ആത്മീയ തസവൂഫിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പലിശയുമായി ഇടപെടുന്ന ആൾക്ക് എന്ത് സുരക്ഷിതത്വ ബോധമാണുള്ളത്, എന്തു ധൈര്യത്തിലാണ് അയാൾ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ലാഭം വേണ്ടേ? ജീവിതത്തിൽ മുഴുവനും പലിശയുടെ ഇടനിലക്കാരും പലിശയുടെ ആളുകളുമായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് ലാഭം? നഷ്ടങ്ങൾ മാത്രമാണ്, ഓരോ ദിവസവും നഷ്ടങ്ങൾ. ഒരുപക്ഷെ കയ്യിൽ കറൻസി ഉണ്ടായെന്ന് വരാം, ബാങ്ക് ബാലൻസ് കൂടിയെന്ന് വരാം, പക്ഷെ ആത്യന്തികമായി ഇവന്റെ ഭാവി ഇവനാണോ തീരുമാനിക്കുന്നത്? ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നയിക്കുന്നവരാണെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ തീരുമാനിക്കുന്ന പോലെയാണോ? അല്ലല്ലോ. ഞാൻ ചെയ്ത ദുരന്തങ്ങളുടെ ഫലമായിട്ടാണ് എൻ്റെ നാളെ ഭാവിയുടെ ജീവിതങ്ങൾ അള്ളാഹു തീരുമാനിക്കുക. എൻ്റെ പരീക്ഷണങ്ങൾ, എൻ്റെ ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവൻ്റെ കയ്യിലാണ്, റബ്ബിൻ്റെ കയ്യിലാണ്. നമ്മളൊക്കെ മൗലിദ് ഓതി നമ്മൾ ദുആ ചെയ്യാറുണ്ട്, റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ കസബ്ന, ഞങ്ങൾ ചെയ്തത് കാരണമായി ഞങ്ങളെ ശിക്ഷിക്കല്ല പടച്ചോനെ. നമ്മളിൽ വരുന്ന അല്ലേ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളുടെ, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന ദുർവൃത്തികളുടെ ഫലമായി കൊണ്ടാണ് ഭൂമിയിലും ആകാശത്തുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഖുർആൻ പറയുകയാണ്, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എൻ്റെ തലമുറകളുടെ ഭാവി അള്ളാഹ് തീരുമാനിക്കുന്നവനാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ സാമ്പത്തികമായ ധിക്കാരം നടത്തുന്ന ഞാൻ എന്തു ധൈര്യത്തിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്?
എനിക്കങ്ങനെ ജീവിക്കാൻ കഴിയും. ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നടത്തുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ പോക്കറ്റിലുള്ളതുപോലെ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായി നിന്ന് വരാം. മറ്റുള്ളവർക്ക് എടുക്കുന്ന പോലെ സുഭിക്ഷമായ ഭക്ഷണം എനിക്ക് കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ എനിക്കൊരിക്കലും റബ്ബിൻ്റെ അടുക്കൽ നിരാശനാകേണ്ടി വരില്ല. എൻ്റെ തലമുറകൾക്കൊരിക്കലും ആത്മീയമായി നിരാശ സംഭവിക്കില്ല. അതല്ലേ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ മക്കൾക്ക് ഹറാമിൻ്റെ സമ്പാദ്യം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കളോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരവും ദുരന്തവുമാണത്. എൻ്റെ മക്കളുടെ വയറ്റിലേക്ക് ഞാൻ ഹറാമ് കയറ്റി വെച്ചിട്ട് ഒരു മക്കളെ സ്നേഹിക്കുന്നവനത് കഴിയോ? സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവന്, ഭാര്യയെ സ്നേഹിക്കുന്നവന്, മക്കളെ ഇഷ്ടപ്പെടുന്നവന്, വാത്സല്യപ്പെടുന്നവന് അവരുടെ വയറ്റിലേക്ക് ഹറാമിനെ കൊടുക്കാൻ കഴിയോ? അവരോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ലേ അത്? അവരുടെ ജീവിതത്തിൽ പിന്നെ എങ്ങനെയാ ബറക്കത്തുണ്ടാവുക? മനുഷ്യന് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ അദാബിനെ, പരീക്ഷണത്തെ പേടിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സാമ്പത്തികമായ അസമത്വങ്ങളുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു കാണുന്നില്ല, അവൻ ഇതിനെ തൊട്ട് അശ്രദ്ധവാനാണ് എന്ന് നിങ്ങൾ കരുതി പോകരുതേ. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, അള്ളാഹു ഇത് കാണുന്നില്ല, അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ കരുതരുതേ. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുന്ന, മനുഷ്യരുടെ കണ്ണുകൾ നട്ടം തിരിയുന്ന ഒരു ദിവസത്തിന് വേണ്ടി അള്ളാഹു ഇതൊക്കെ ബാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്തതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാതെ അള്ളാഹുവിൻ്റെ വിചാരണ പൂർത്തിയാകില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തു പ്രതിസന്ധി വന്നാലും, എന്തു പ്രയാസം വന്നാലും, എന്തു നഷ്ടം വന്നാലും അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുവാനുള്ള ഹിമ്മത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിനാ ദുആ ചെയ്യേണ്ടത്. ഹിമ്മത്തിന് വേണ്ടി ദ്വാരക്കണം, മനക്കരുത്തിന് വേണ്ടി ദ്വാരക്കണം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ എന്നോട് പറയണം. ഞാൻ എന്നോട് അതിങ്ങനെ പറയുമ്പോഴേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യാതിരിക്കാൻ എൻ്റെ മനസ്സെന്നോട് പഠിപ്പിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ.